ശ്രുതിയുടെ വേദന നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. അതോടൊപ്പം തന്നെ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങളുടെ എല്ലാം നേതാവായിരുന്ന യെച്ചൂരി സഖാവിൻ്റെ വിയോഗം നമുക്ക് ദുഃഖം നൽകുന്നതാണ്. എങ്കിലും ഓണനാളിൽ ജില്ലാ ആശുപത്രിയിലായി പോകുന്ന രോഗികൾക്കും അവർക്കൊപ്പമുള്ളവർക്കും ആശുപത്രി ജീവനക്കാർക്കും ഇന്നിവിടെയുള്ള മുഴുവൻ ആളുകൾക്കും ഡിവൈഎഫ്ഐ ഉച്ചഭക്ഷണം അത് സദ്യയായി തന്നെ നൽകുകയാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചവറ ഈസ്റ്റിൽ നിന്നുള്ള പ്രവർത്തകരാണ് ഭക്ഷണം കൊണ്ടുവന്നത്, സദ്യ തയ്യാറാക്കി കൊണ്ടുവന്നത്. ഇന്നലെ രാത്രി തൊട്ട് തന്നെ സദ്യയുടെ ഒരുക്കങ്ങളെല്ലാം തുടങ്ങി. 2 പായസമുണ്ട്. അതെല്ലാം ഞങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി ഇവിടെ വിളമ്പുകയാണ്. ഈ ഓണത്തിനെ വീട്ടിൽ സദ്യ ഉണ്ടാക്കാൻ പറ്റാത്തവർ, കഴിക്കാൻ പറ്റുന്നില്ല എന്ന് സങ്കടപ്പെട്ടിരുന്നവർക്കാണ്, അവരുടെ മുന്നിലേക്കാണ് നിങ്ങൾ ഈ സദ്യ എത്തിച്ചിരിക്കും. വളരെ എന്താ പറയുക, സന്തോഷം, മനസ്സിനൊരു സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ്, ഒരു അനുഭവമാണ്. എന്തൊക്കെയാണ് ഇതെങ്ങനെയാണ്, അതൊക്കെ എത്ര പേർക്ക് കൊടുക്കുന്നുണ്ട്? ഞങ്ങൾ കഴിഞ്ഞ 8 വർഷക്കാലമായി തിരുവോണത്തിന് സദ്യ ഇവിടെ തന്നെയാണ്, ജില്ലാ ആശുപത്രിയിൽ തന്നെയാണ് ഞങ്ങളുടെ ഡിവൈഎഫ്ഐയുടെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം 8 വർഷമായി ആഘോഷിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി എല്ലാ മലയാളികളും ഓണം ആഘോഷിക്കുമ്പോൾ ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുന്ന ആളുകൾക്ക് അവർക്ക് ആഘോഷിക്കാൻ കഴിയുന്നില്ല. അവരെ സദ്യയെങ്കിലും അവർക്ക് കൊടുക്കാൻ കഴിയുക എന്നുള്ളൊരു പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത്. ഈ രോഗികൾക്ക് വാർഡിലേക്ക് കൊടുത്ത് അവരുടെ പാത്രങ്ങൾ കൊടുത്തു വിടുന്നുണ്ട്. ഇവിടെ വന്ന് കഴിക്കാൻ കഴിയുന്ന ആളുകൾ ഇവിടെ വന്ന് കഴിക്കുന്നുണ്ട്. ജില്ലാ ആശുപത്രി മാത്രമല്ല, ഇന്നിപ്പോൾ പാരിപ്പള്ളിലും സദ്യയാണുള്ളത്. ബാക്കി എല്ലാ ദിവസങ്ങളിലും പൊതിച്ചോറാണ്. വിശേഷ ദിവസങ്ങളിലെല്ലാം നമ്മൾ അതിനോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്, കേക്കും മറ്റു കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് തിരുവോണം ആയതുകൊണ്ട് സദ്യ എന്നുള്ള കാര്യത്തിലേക്ക് ഞങ്ങൾ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഓണസദ്യ ഇവിടെ തന്നെയാണ്. ഇവിടെയാണ് ഞങ്ങളുടെ ഡിവൈഎഫ്ഐയുടെ ഏതാണ്ട് 8 വർഷക്കാലമായി ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഓണം ആഘോഷിക്കുന്ന ഓണസദ്യ ഇവിടെയാണ്. ഈ വീട്ടിലൊന്നും പോകാതെ ഇവരോടൊപ്പം ഓണം അതായത് ഭാര്യ ഇവിടെ ഉണ്ട്, ഇവിടെ തന്നെ. അപ്പൊ ഇവരുണ്ടാക്കാൻ പിന്നെ അവര് ശ്രീനാഥിന്റെ ഭാര്യ ഇന്നലെ രാത്രി എല്ലാം സജീവമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്തുണ്ടായിരുന്നു. അമ്മ ഇവിടെ ഉണ്ട്, അവിടെ അതിൻ്റെതായ. അപ്പൊ അവര് കുടുംബസമേതം വരികയാണ്. മകളുണ്ട് സ്വാതന്ത്ര്യ, അവരെല്ലാം ഒരുമിച്ചാണ്. എല്ലാവർക്കും നല്ല എന്താ പറയുക, ഈ ഓണത്തിന് നല്ല വാർത്തകൾ നൽകുന്നതോടൊപ്പം ഈ ഒരു നല്ല കാഴ്ചയും നല്ല പ്രവൃത്തിയിലും ഞങ്ങൾക്കും പങ്കുകൊള്ളാൻ പറ്റി. ഏറെ സന്തോഷകരമാണ്. എല്ലാവർക്കും ഓണാശംസ.